രതീഷ് വാസുദേവനൊപ്പം ഇപ്പോൾ വ്യാപാരി വ്യവസായി ജില്ലാ ജനറൽ സെക്രട്ടറി കൂടി ചേരുകയാണ്. രുജുഷ്, നേരത്തെ തന്നെ ഇത്തരത്തിൽ വലിയ ആക്ഷേപങ്ങൾ ഇപ്പോൾ വ്യാപാരികൾക്കെതിരെ വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. കാരണം ഈ കെട്ടിടത്തിൻ്റെ രൂപഘടനയൊക്കെ മാറ്റപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ വ്യാപാരികളുടെ ഇത്തരത്തിലുള്ള സ്വയം തീരുമാനിച്ചുള്ള ചില രൂപഘടനാ മാറ്റങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഘട്ടങ്ങളിൽ ആപൽഘട്ടങ്ങളിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. ഇപ്പോൾ എന്തായാലും വ്യാപാരി വ്യവസായിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽകുമാർ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് വ്യാപാരികൾക്കെതിരെ വലിയ ആക്ഷേപമാണല്ലോ വരുന്നത്, എന്താണ് പറയാനുള്ളത്? അത് ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ ആകെ 2 സ്ഥാപനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വരാന്തകളൊക്കെ അവർ തന്നെ ഉപയോഗിക്കുകയാണ്. പിന്നെ ഈ കെട്ടിടം എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൻ്റെ 4 ഭാഗവും കാഴ്ചയുള്ളത് കൊണ്ട് ഇവരുടെ പരസ്യങ്ങളൊക്കെ വെച്ചിട്ട് മറച്ചിട്ടുണ്ട്. അത് ഈ രക്ഷാപ്രവർത്തനത്തിന് ചെറിയൊരു തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഈ JCB വന്ന് അത് പൊളിക്കേണ്ടത് ഒരു 3-4 മണിക്കൂറിന് ശേഷമാണ് JCB വന്നിട്ട് ആ ഭാഗം പൊളിച്ചെടുത്തിട്ട് അകത്തേക്ക് കിടക്കാൻ നോക്കിയത്. അല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം അടിച്ചിട്ട് ആ ബോർഡിൽ നിന്ന് തട്ടി തിരിച്ചു വരുന്നൊരവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയധികം നേരം വൈകിയത്. പക്ഷേ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇതൊരു പോരായ്മയല്ലേ? നഗരമധ്യത്തിലുള്ള ഒരു സ്ഥാപനമാണ്, വലിയ വ്യാപാര സ്ഥാപനമാണ്. അത് ഇനിയും കോഴിക്കോടിനെ പോലുള്ള ഇടത്ത് ഇത് വലിയ ആശങ്കയല്ലേ വ്യാപാരികൾക്ക് ഉൾപ്പെടെ ഉണ്ടാക്കുക? അല്ല, അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ മിഠായി തെരുവിലുണ്ടായ അന്നത്തെ പല യോഗങ്ങളിലെടുത്ത തീരുമാനങ്ങൾ ഇത്തരം വരാന്തകളൊന്നും ഇങ്ങനെ ഇത് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യാതെ നമുക്ക് രക്ഷാപ്രവർത്തനക്കാർക്ക് കയറി ചെല്ലാനുള്ള സംവിധാനം ഉണ്ടാവണമെന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ചില ആളുകൾ അത് കേൾക്കുന്നില്ല. അതിൻ്റെ ദൂഷ്യഫലങ്ങളാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഇത്തരം ഒരു പരിശോധന, സേഫ്റ്റി പരിശോധന ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ അവരത് ഗൗരവമായി കാണുന്നില്ല എന്ന് വേണ്ട ഇത്തരം ഘട്ടങ്ങളിൽ മനസ്സിലാക്കാൻ? അത് പരിശോധന നാളെ മുതലുണ്ടാവും. ഒരു അപകടം സംഭവിച്ചാലാണ് ഇത്തരത്തിലുള്ള അധികാരികളൊക്കെ വരുന്നത്. ഇത് അവർക്ക് വന്നിട്ട് അവർ കൊണ്ടുള്ള വാടക വാങ്ങുന്നത്. ഇത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ കെട്ടിടമാണ്. അപ്പോൾ ഇത് പരിശോധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വരാന്തകളൊക്കെ ഒഴിഞ്ഞ് നമുക്കകത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് കിടക്കാനുള്ള സംവിധാനം ഉണ്ടാവുമായിരുന്നു. അതൊന്നും പരിശോധനകൾ ഇല്ലാത്തത് കൊണ്ടാവണം ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടായത്. വ്യാപാരി സംഘം എന്ന നിലയിൽ നിങ്ങൾ എന്ത് ഒരു നിർദ്ദേശമാണ്, നിങ്ങളുടെ ഉൾപ്പെടെ പ്രവർത്തകർ ഇതിൽ ഉണ്ടാവുമല്ലോ? അത് MP റോഡിൽ ഇതേമാതിരി ഉണ്ടായപ്പോഴാണ് ആ കോണിപ്പടികൾക്ക് പോലും ഉള്ളിൽ പോലും ഇത്തരം ചാക്കുകൾ വെച്ചിട്ട് അങ്ങോട്ട് കോണിയിൽ കയറാൻ കഴിയാത്തൊരവസ്ഥയിലാണ് MP റോഡിലുണ്ടായപ്പോൾ അടുത്തുണ്ടായൊരു തീപിടുത്തം. അന്ന് ഞങ്ങൾ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തതാണ് ഇത്തരം ഈ വരാന്തകളിൽ ഇത്തരം സാധനങ്ങൾ വെക്കരുത്. ഇപ്പോൾ KV കോംപ്ലക്സ് ആയാലും സെഞ്ചുറി കോംപ്ലക്സ് ആയാലും അവിടെയൊക്കെ ഞങ്ങൾ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അത് ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിപ്പോൾ 2 സ്ഥാപനങ്ങളായതുകൊണ്ട് മാത്രമാണ് അതങ്ങനെ സംഭവിച്ചത്. കാരണം വേറെ ആരും അതിൻ്റെ അകത്തേക്ക് കിടക്കുന്നില്ല. അവിടേക്ക് സാധനം വാങ്ങാൻ വരുന്ന ആളുകളല്ലാതെ അവർ ഒരു എൻട്രൻസിലൂടെ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സ്ഥാപനം ആയതുകൊണ്ടാണ് അങ്ങനെ. പൊതു നിർദ്ദേശം വ്യാപാരികൾക്ക്, നിങ്ങളുടെ സംഘത്തിൽപ്പെട്ട വ്യാപാരികൾക്ക് അങ്ങനെ കൊടുക്കാൻ ഈ അപകടത്തിന് ശേഷമെങ്കിലും? അത് ഞങ്ങൾ കഴിഞ്ഞ MP റോഡിലുണ്ടായ അപകടത്തിന് ശേഷം ഞങ്ങൾ തന്നെ എല്ലാ കച്ചവടക്കാരോടും പറഞ്ഞു, ഇങ്ങനെ ആരും ബൈക്കിൽ ഇത് ഇട്ടിട്ട് വരാന്തകൾ ബ്ലോക്കാക്കരുത്, ഇത്തരം തീപിടുത്തുണ്ടായാൽ ഈ സേനാംഗങ്ങൾക്ക് കടന്നു ചേരാനുള്ള സൗകര്യം ഉണ്ടാക്കണം, മറച്ചു കെട്ടരുത് എന്നൊക്കെ അന്നേ ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷെ ചില നിർഭാഗ്യവശാൽ ചില ആളുകൾ അത് അംഗീകരിക്കാതെ അല്ലെങ്കിൽ കേൾക്കാതെയോ പോയി എന്ന് മാത്രം. രുജീഷ്, തീർച്ചയായും ഇത് തന്നെയാണ് വ്യാപാരി നേതാക്കൾക്ക് ഉൾപ്പെടെ പറയാനുള്ളത്.